ഗുരുവായൂർ തന്നെയുള്ള ഒരു ബ്രാഹ്മണ കുടുംബമാണ് നെന്മിനിമന. ഇവരുടെ വംശപരമ്പര എന്നും ഗുരുവായൂരിലുണ്ട്. എല്ലാ വർഷവും വൃശ്യമാസത്തിലെ ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുള്ള സപ്തമി വിളക്ക് ഈ മനക്കാരുടെ വകയാണ്. ഗുരുവായൂരപ്പൻ്റെ പ്രത്യേക ഭക്തവാത്സല്യത്തിന് പാത്രമായ ഇവിടുത്തെ ഒരു ഉണ്ണി നമ്പൂതിരിയുടെ കഥ എല്ലാവരും കേട്ടിട്ടില്ലേ? കുറച്ച് ദിവസമായി കണ്ണൻ പറയണു ആ ഉണ്ണിയുടെ കഥ പറഞ്ഞു തരാന്ന്. ഇന്നലെ രാത്രി 12 മണി വരെ ഉണ്ണിയുടെ കഥ പറയായിരുന്നു കണ്ണൻ. കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ണൻ്റെ കണ്ണിൽ മിഴിനീരിൻ്റെ തിളക്കം. ആ കഥയാണ് കേട്ടോ ഇവിടെ നിന്ന് പറയണത്. ഹരേ ഗുരുവായൂരപ്പാ ശരണം. എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറായോ? ഉണ്ണിക്കുട്ടന് സന്തോഷം അടക്കാനായില്ല. ഇന്ന് കണ്ണന് ഉച്ചയ്ക്ക് മാമ മൂട്ടേണ്ടത് താനാണ്. എന്നും ഗുരുവായൂരിൽ നടയിൽ നിൽക്കുമ്പോൾ കൊതിയാവും അച്ഛനെപ്പോലെ കണ്ണന് നൈവേദ്യച്ചോറും പായസവും മൂട്ടാൻ കഴിഞ്ഞെങ്കിലെന്ന്. അച്ഛൻ നടയടച്ചിരുന്ന് കണ്ണനെ ഊട്ടുന്നത് കൊണ്ട് കണ്ണൻ വന്ന് മാമുണ്ണണത് കാണാൻ ഒരിക്കലും തരായിട്ടില്ല. ഉണ്ണി ചോദിക്കും, അച്ഛാ ഇന്ന് കണ്ണൻ മാമുണ്ണാൻ വന്നോ? പിന്നെ വരാണ്ടിരിക്കുവോ? എന്നിട്ടോ കണ്ണന് നെയ്യും ഉപ്പേരിയും പഴം നുറുക്കും കാളനും എല്ലാം ചേർത്ത് ഓരോരോ ഉരുളകളാക്കി കയ്യിൽ വെച്ചു കൊടുത്തു. അപ്പോഴോ കണ്ണൻ അതെല്ലാം സന്തോഷത്തോടെ കഴിച്ചു. അതിനുശേഷം പാൽപ്പായസം കൊടുത്തു. കണ്ണന് ഏറ്റവും ഇഷ്ടം എന്താച്ചാ ഉപ്പുമാങ്ങയും കട്ടത്തേരും കൂട്ടിയ ചോറും പപ്പടവും പിന്നെ പാൽപ്പായസവും. അച്ഛാ എനിക്കും കണ്ണനെ കാണണം. എൻ്റെ മുന്നിലും കണ്ണൻ വരുമോ? കണ്ണനോട് ഇഷ്ടമുള്ള എല്ലാവരുടെയും മുന്നിൽ കണ്ണൻ വരും. പിന്നെന്താ അച്ഛാ ഇല്ലത്ത് വരാത്തത്? ഇല്ലത്ത് തേവാരം ചെയ്യുമ്പം കൂടി വരണില്ല. വരുന്നുണ്ട് ഉണ്ണിയെ. ഉണ്ണി കാണാഞ്ഞിട്ടാ. ഉണ്ണിയുടെ അടുത്തും വരണമെന്ന് കണ്ണനോട് പറഞ്ഞോളൂ. ഉണ്ണിക്ക് കണ്ണനെ കാണാൻ കൊതിയായി. ഉണ്ണിക്ക് അനിയനും കൂട്ടുകാരും എല്ലാം ആണ് കണ്ണൻ. മുത്തശ്ശിയമ്മയുടെ മടിയിൽ തല വെച്ച് കിടന്നുണ്ട് കണ്ണൻ്റെ കുറുമ്പുകളും കളികളും എല്ലാം കേൾക്കാൻ നല്ല രസമാണ്. ഇടയ്ക്ക് കണ്ണൻ അടുത്ത് വന്നിരിക്കുന്നത് പോലെ തോന്നും. പലപ്പോഴും മുത്തശ്ശി കണ്ണുനീർ വാർത്തുകൊണ്ട് പറയും, കാരുണ്യക്കടലായ പൊന്നുഗുരുവായൂരപ്പനെ സേവിക്കാൻ കഴിയണത് പല പല ജന്മങ്ങളിൽ ചെയ്ത സുഹൃതത്തിൻ്റെ ഫലമാണ്. ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ആവാൻ കഴിഞ്ഞത് മോൻ്റെ അച്ഛൻ്റെ സുഹൃതം, നമ്മുടെ എല്ലാവരുടെയും സുഹൃതം, ഈ നന്മനി ഇല്ലത്തിൻ്റെ ഭാഗ്യം. പിന്നെ കുറേ നേരം മുത്തശ്ശി നാമത്രയും ജപിച്ചു കണ്ണുനീര് വാർക്കും. ഒരിക്കൽ ഉണ്ണി മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശിയെ അച്ഛനെ പോലെ എനിക്കും ഗുരുവായൂരപ്പന് മാമം കൊടുക്കാൻ പറ്റുമോ? മുത്തശ്ശിയുടെ ഉണ്ണിക്കുട്ടന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ട് വെച്ചാൽ ഒക്കെ തരാവൂട്ടോ. എന്നാ അത് മുത്തശ്ശി? അത് കണ്ണനോട് ചോദിക്കും ഉണ്ണിയെ. പിന്നീട് എന്നും കണ്ണനോട് ചോദിക്കും, കൃഷ്ണ അച്ഛനെ പോലെ ഞാനും ഒരു ദിവസം മാമം തരട്ടെ എന്ന്. കണ്ണൻ ഒന്നും പറയാണ്ട് പുഞ്ചിരിച്ചു നിൽക്കും. ഇന്നിപ്പോൾ അച്ഛൻ അത്യാവശ്യമായിട്ട് അടുത്തൊരിടം വരെ പോകേണ്ടി വന്നിരിക്കണു. ഇന്നലെ അച്ഛൻ അമ്പലത്തിൽ വെച്ചാണ് യാത്രയുടെ കാര്യം പറയണ കേട്ടത്. ഗുരുവായൂരപ്പൻ്റെ പൂജ മുട്ടിക്കാൻ വയ്യ, എന്താ ചെയ്യാന്ന് നിശ്ചയമില്ല എന്ന് അച്ഛൻ ആവലാതി പറഞ്ഞപ്പോൾ അമ്പലത്തിലെ കഴകക്കാരൻ വാര്യരാണ് പറഞ്ഞത്, തിരുമേനി നേരത്തെ പൂജയും അലങ്കാരവും എല്ലാം കഴിച്ചു പോയിക്കോളൂ, ബാക്കിയെല്ലാം ഇന്നൊരു ദിവസം ഉണ്ണി നമ്പൂരി ചെയ്യട്ടെ. ഉണ്ണി സന്തോഷത്തോടെ അച്ഛനെ നോക്കി. അച്ഛൻ അത് അത്ര സമ്മതമല്ലാത്തത് പോലെയാണ് നോട്ടം. 6 വയസ്സായ ഉണ്ണിയല്ലേ, അതിന് വേണ്ട പോലെ വല്ലതും ചെയ്യാൻ കഴിയോ? ഉപന്യം കഴിഞ്ഞ ഉണ്ണിയല്ലേ. പിന്നെ നമ്മുടെ ഗുരുവായൂരപ്പനും കുട്ടിയോള് ചെയ്താൽ കണ്ണന് സന്തോഷമാവുകയുള്ളൂ. എൻ്റെ മനസ്സ് തുടി കൊട്ടുന്നത് അച്ഛൻ കേട്ടുവോ? അച്ഛൻ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അച്ഛൻ ശരി വെച്ചു. ഇന്നലെ രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഒന്ന് മയങ്ങുമ്പോഴേക്കും കണ്ണൻ വിശക്കണു എന്ന് പറഞ്ഞിട്ട് കൈ നീട്ടും. നേദ്യച്ചോറ് നോക്കിയിട്ട് കാണാനുമില്ല. പരിഭ്രമിച്ച് കണ്ണു തുറക്കും. സ്വപ്നാണെന്ന് അറിയുമ്പോൾ സമാധാനാവും. ഇങ്ങനെ എങ്ങനെയൊക്കെയോ നേരം വെളുത്തു. കണ്ണൻ്റെ രുദ്രതീർത്ഥത്തിൽ മുങ്ങി കുളിച്ച് അമ്പലത്തിലെത്തി. കണ്ണന് ഉപ്പുമാങ്ങയും കട്ടത്തൈരും ഇഷ്ടമാണെന്ന് അച്ഛൻ പറഞ്ഞതോർത്തു ഒറ്റ ഓട്ടത്തിന് ഇല്ലത്തെത്തി. ഉപ്പുമാങ്ങയും തൈരും കൊണ്ടുവന്ന് തടപ്പള്ളിയിൽ വെച്ചു. അച്ഛൻ പോകാൻ തയ്യാറായി. ഉണ്ണിയെ ഉച്ചപൂജയ്ക്ക് നടയടച്ച് നേദ്യം കഴിയുമ്പോഴേക്കും അച്ഛനിങ്ങെത്താട്ടോ. തൊഴാൻ വരുന്നവർക്ക് പൂവും പ്രസാദവും കൊടുക്കണം. ശരി അച്ഛാ.
നേദ്യത്തിനുള്ള പടച്ചോറും പാൽപ്പായസവും എല്ലാം തയ്യാറായിണ്ട് കേട്ടോ. ഒന്നും തെറ്റുകൂടാണ്ട് ചെയ്യണം കേട്ടോ കുട്ടാ, അശ്രദ്ധ പാടില്ല. അങ്ങനെ ആവട്ടെ അച്ഛാ. അച്ഛൻ പോയതും ഉണ്ണി ശ്രീലകത്ത് കയറി കണ്ണൻ്റെ മുന്നിലിരുന്നു. എന്തിനാണെന്നറിയാതെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകി തുടങ്ങി. മുത്തശ്ശി ചൊല്ലാറുള്ളത് പോലെ നാമത്രയം അറിയാൻ്റെ നാവിൽ നിന്നും ഒഴുകാൻ തുടങ്ങി. ഉച്ചപൂജയ്ക്ക് സമയാവുന്നത് വരെ നാമത്രയം ജപിച്ച് അർച്ചന ചെയ്തു. ഉച്ചയ്ക്ക് നടയടച്ച് നിവേദ്യത്തിന് കയറി. അച്ഛനെ തയ്യാറാക്കിയ മാമ്പഴപ്പുളിശ്ശേരിയും അച്ഛൻ തയ്യാറാക്കിയ മാമ്പഴപ്പുളിശ്ശേരിയും രസകാളനും കദളിപ്പഴവും പാൽപ്പായസം എല്ലാം കൊണ്ടുവന്ന് വെച്ചു. കണ്ണാ, ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കണു, ഉണ്ണാൻ വരുമോ? കണ്ണൻ വന്നില്ല. ഇതെന്ത് പറ്റി? കണ്ണൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എന്നും വാങ്ങി ഉണ്ണണതല്ലേ. കണ്ണാ, നേരെ എശിയായി, ഉണ്ണാൻ വരൂ. എന്നിട്ടും കണ്ണൻ വന്നില്ല. മുത്തശ്ശി പറയാറുള്ളത് ഓർത്തു. കണ്ണനെ പ്രിയപ്പെട്ട കുട്ടികൾ അടുത്തുള്ള മൈതാനത്തിൽ തലപ്പന്ത് കളിക്കുന്നത് കണ്ട് കണ്ണൻ ഒരു ദിവസം കളിക്കാൻ പോയി ഇത്രേ. വില്ലമംഗലം സ്വാമിയാർ കുറെ നിർബന്ധിച്ചിട്ടാണ് കണ്ണൻ തിരിച്ചു വന്നത്. അന്ന് കണ്ണനെ അലങ്കരിച്ച വസ്ത്രത്തിൽ നിറയെ ചെളിയും മണ്ണും കണ്ടു ഇത്രേ. ഉണ്ണി സൂക്ഷിച്ചു നോക്കി. ഏയ് ഇല്ല, മണ്ണും ചെളിയൊന്നും കാണാനില്ല. പിന്നെന്തു പറ്റി? ഇടയ്ക്ക് കണ്ണൻ ചില കുറുമ്പുകളൊക്കെ കാണിക്കും. അപ്പോൾ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്താൽ കണ്ണന് സന്തോഷമാവും. അതിനു വേണ്ടിയാണ് കണ്ണൻ കുറുമ്പ് കാണിക്കുന്നത് എന്ന് അച്ഛൻ ഒരിക്കൽ പറയണത് ഉണ്ണിക്ക് ഓർമ്മ വന്നു. എൻ്റെ കൃഷ്ണ, എന്നോടും വികൃതി കാണിച്ചു വരാതിരിക്കുകയാണോ? ഞാനും നിന്നെപ്പോലെ ഒരു ഉണ്ണിയല്ലേ? കണ്ണൻ്റെ ചുണ്ടുകൾ അല്പം വിടർന്നോന്നൊരു സംശയം. ആ കണ്ണുകൾ തിളങ്ങിയോന്നൊരു തോന്നല്. കണ്ണൻ്റെ അലങ്കാരത്തിന് കോട്ടം തട്ടാതെ കണ്ണനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. മതി കേട്ടോ കൃഷ്ണ വികൃതി കാണിച്ചത്. കണ്ണന് വിശക്കണില്ലേ? വേഗം വന്ന് ഊണ് കഴിക്കൂ. കണ്ണൻ വന്നില്ല. ഉണ്ണിക്ക് ആകെ പരിഭ്രമായി. ഇതെന്ത് പറ്റിയെന്ന് അറിയണില്ല. പെട്ടെന്ന് ഓർമ്മ വന്നു. അല്ല, ഇല്ലത്തു നിന്നും കൊണ്ടുവന്ന ഉപ്പുമാങ്ങയും കട്ടത്തൈരും വിളമ്പിയില്ല. അതന്നെയാണ് വരാത്തത്. ഇപ്പൊ കൊണ്ടുവരാട്ടോ കണ്ണാ. പുറത്ത് കടന്നിട്ട് ശ്രീലകത്തിൻ്റെ വാതിൽ ചാരി പുറത്ത് കാത്തു നിന്ന് ചോദിച്ചു. എന്താ ഉണ്ണിയമ്പൂരി, കഴിഞ്ഞില്ലേ? നേരെ ശിയായില്ലോ. ഇല്ല, ഒരു ഊട്ടം മറന്നു. കുട്ടിയല്ലേ, അതാ മാന്തം. ഇടപ്പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ കഴകക്കാരൻ ഉണ്ണിയോട് ചോദിച്ചു, ഇതെന്താ ഉണ്ണിയമ്പൂരിയെ ഉപ്പുമാങ്ങയും തൈരും? അകത്ത് കയറി വീണ്ടും നടയടച്ചു. ഇന്നെന്താ ഇങ്ങനെ ഒരു നേദ്യം? മാരാര് പറഞ്ഞു. അതിന് വശം പോലെ ചെയ്യട്ടെ, ഗുരുവായൂരപ്പന് സന്തോഷമാവുള്ളൂ. ഉണ്ണി ഉപ്പുമാങ്ങയും തൈരും വിളമ്പി വിളിച്ചിട്ടും ഭഗവൻ അമൃതത്തിന് വരണില്ല. ഉണ്ണിക്ക് സങ്കടം സഹിക്കാൻ വയ്യാൻ്റെ കരച്ചിലായി. എന്തു പറ്റി കണ്ണാ? എൻ്റെ പൊന്നു ഗുരുവായൂരപ്പ, നിനക്ക് ഞാൻ നിവേദിച്ചത് ഇഷ്ടായില്ലേ? അതോ അച്ഛൻ പോയതിന് പിണങ്ങിയിട്ടാണോ? എന്താ കണ്ണ ഒന്നും മിണ്ടാത്തത്? കണ്ണ, ഒന്നും കഴിക്കാതിരുന്നാൽ വിശക്കില്ലേ? ആ തിരുവയർ ഇങ്ങനെ ഒട്ടി കിടക്കണത് കാണാൻ വയ്യാട്ടോ. ഇതേ കണ്ണ, കിങ്ങിണി ഇത ഊരി പോവാറായി. ഇനിയിപ്പോ അച്ഛൻ തന്നാലേ ഉണ്ണൂന്നുള്ളാണോ? അച്ഛൻ വന്നാൽ ശരിക്ക് കൊടുക്കാഞ്ഞിട്ടല്ലേ കണ്ണൻ വന്ന് ഉണ്ണാഞ്ഞത് എന്ന് പറഞ്ഞ് എന്നെ അടിക്കും കണ്ണ. അതിലൊന്നും എനിക്ക് പരിഭവമില്ല. പക്ഷെ എത്ര കാലമായി കൊതിക്കണു എൻ്റെ കണ്ണ നിന്നൊന്ന് കാണാൻ, ഈ കൈ കൊണ്ട് ചോറ് കൂട്ടാൻ, നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ. ഉണ്ണിക്ക് സങ്കടം സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ തൃക്കാൽക്കൽ വീണു. എൻ്റെ കൃഷ്ണ. മുത്തശ്ശിയുടെ ശബ്ദം കേട്ടതുപോലെ, നാമത്രയം ജപിച്ചോളൂ ഉണ്ണി, എല്ലാ സങ്കടവും തീരും. ഉണ്ണി കണ്ണൻ്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് ഉറക്കെ ചൊല്ലി, അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ. പുറത്തു കാത്തു നിന്നവർ അത് കേട്ടു. ഹായ്, ഉണ്ണി ഗംഭീരാക്കണുണ്ട് കേട്ടോ. ഗുരുവായൂരപ്പന് ബോധിച്ചിട്ടുണ്ടാവും. ഉള്ളിൽ നടക്കുന്നതൊന്നും അവർക്ക് നിശ്ചല്യല്ലോ. കമിഴ്ന്നു കിടക്കുന്ന ഉണ്ണിയുടെ ചുമലിൽ ഒരു കൊച്ചു കരസ്പർശം. ചന്ദനത്തിൻ്റെയും തുളസിയുടെയും സുഗന്ധം ശ്രീലകത്ത് നിറഞ്ഞു. ഉണ്ണി തല പൊന്തിച്ചു നോക്കി. ദാ കണ്ണൻ 4 വയസ്സുള്ള ഒരു ഉണ്ണിയായിട്ട് മുന്നില്. മഞ്ഞപ്പട്ടെടുത്ത് കിങ്ങിണി അരമണി ചാർത്തി, നഖമോതിരം അണിഞ്ഞ്, തുളസിമാല ചാർത്തി, പീലിക്കിരീടണിഞ്ഞ്, കയ്യിൽ പൊന്നോടക്കുഴലായിട്ട് മനം മയക്കുന്ന പുഞ്ചിരിയോടെ മുന്നിൽ കണ്ണൻ അതാ നിൽക്കണു. ഉണ്ണി പരിഭ്രമിച്ച് എഴുന്നേറ്റു. എൻ്റെ കണ്ണ, പേടിപ്പിച്ചു കളഞ്ഞല്ലോ എന്നെ. ഇതുവരെ എവിടെ പോയതായിരുന്നു കണ്ണാ? എന്തേ ഉണ്ണാൻ വരാൻ വൈകിയത്? വിശക്കണില്ലേ കണ്ണന്? ചങ്ങാതി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, നീ കണ്ടില്ല എന്ന് മാത്രം. ഉണ്ണി അച്ഛൻ പറഞ്ഞത് ഓർമ്മിച്ചു. ഇല്ലത്തെ തേവാരത്തെ കണ്ണൻ വരാറുള്ളത് കാണാഞ്ഞിട്ടാണെന്ന്
ഇതാ ഇപ്പോ കണ്ണനും അത് തന്നെ പറയണു. അതെന്തെങ്കിലും ആവട്ടെ, കണ്ണന് വേഗം ചോറ് നൽകാം. അച്ഛൻ പറയാറുള്ളത് പോലെ നെയ്യും ഉപ്പേരിയും പഴനുറുക്കും കാളനും എല്ലാം ചേർത്ത് ഉരുളകളാക്കി കണ്ണൻ്റെ വയ്യിൽ വെച്ചു കൊടുത്തു. കണ്ണൻ അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് കൊതിയോടെ വാങ്ങിക്കഴിച്ചു. ഉപ്പുമാങ്ങയും കട്ടത്തൈരും ചേർത്ത് വീണ്ടും കണ്ണന് നൽകി. അല്ല ചങ്ങാതി, ഉരുളിയിലെ ചോറെല്ലാം തീരാറായില്ലോ, ഉണ്ണിക്ക് വിശക്കണില്ലേ? ഇല്ല കണ്ണാ, കണ്ണൻ കഴിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ വിശപ്പൊക്കെ മാറി. ഏയ് അത് പറ്റില്ല, ഇനിയുള്ള ചോറ് ഞാൻ ചങ്ങാതിക്ക് വയല് തരാം. ഉണ്ണിക്ക് സന്തോഷമായി. കണ്ണൻ്റെ കൈ കൊണ്ട് ഇതാ ഉരുള ഉരുട്ടി തരുന്നു. ഉണ്ണി സന്തോഷത്തോടെ കണ്ണൻ നൽകിയ ഉരുളകൾ വാങ്ങി ഭക്ഷിച്ചു. കണ്ണൻ കുസൃതിയോടെ തൈരും ഉപ്പും ചേർത്ത ചോറ് ഉണ്ണിയുടെ മുഖത്ത് വെച്ച് തേച്ചു. ഇപ്പൊ നല്ല ഭംഗിയുണ്ട് എൻ്റെ ചങ്ങാതിയെ കാണാൻ. കണ്ണനും ഉണ്ണിയും കൂടിയിട്ട് അങ്ങോട്ട് പൊട്ടിച്ചിരിച്ചു. അത് കഴിഞ്ഞ് കണ്ണന് പാൽപ്പായസം നൽകി. കണ്ണനും ഉണ്ണിക്കും. കണ്ണൻ പറഞ്ഞു, ഇത്രയും ആസ്വദിച്ച് ഞാൻ ഒരു ദിവസം ഉണ്ടിട്ടില്ല ഉണ്ണി. ഉണ്ണി വിചാരിച്ചു, അത് ശരിയാവും, അച്ഛൻ്റെ അടുത്തൊന്നും ഇത്രയും വികൃതി കാണിക്കാൻ പറ്റില്ലല്ലോ. കണ്ണൻ ഉണ്ണിയെ കെട്ടിപ്പിടിച്ചു നെറ്റിയിൽ ഉമ്മ വെച്ചു. ഉണ്ണി കണ്ണു തുറന്നപ്പോഴേക്കും കണ്ണനെ കാണാനില്ല. അപ്പോഴേക്കും പോയോ എൻ്റെ കൃഷ്ണ? ഉണ്ണി ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നു. പുറത്തു വരുന്ന ഉണ്ണിയെ കാത്ത് ക്ഷേത്രഭക്തന്മാരും ഭക്തന്മാരും നിൽക്കുന്നുണ്ട്. നേദ്യത്തിൻ്റെ ബാക്കി അവർക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷേ ഇതാ കാലി പാത്രമായിട്ട് ഉണ്ണി ഇറങ്ങി വരുന്നു. അവര് ചോദിച്ചു, അല്ല ഉണ്ണിയമ്പൂരിയെ, എവിടെയാ നേദിച്ച ചോറും പായസമൊക്കെ? ഉണ്ണി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് മുഴുവനും ഗുരുവായൂരപ്പൻ കഴിച്ചു. എന്താ ഈ പറയണേ, ഗുരുവായൂരപ്പൻ നേദ്യം മുഴുവൻ കഴിച്ചു എന്നോ? ഇങ്ങനെ നട്ടാ മുളയ്ക്കാത്ത നുണ പറയരുത് ഉണ്ണിയെ. അവകാശികൾക്ക് ദേഷ്യവും സങ്കടവും സഹിക്കാൻ പറ്റിയില്ല. നന്മനില്ലത്തെ നമ്പൂരിക്കുട്ടി കള്ളം പറയേ, കഷ്ടം തന്നെ. സത്യം ഞാൻ പറയണേ, ആദ്യമൊന്നും കണ്ണം വന്നില്ല. എനിക്ക് സങ്കടം കൊണ്ട് ഉറക്കെ കരഞ്ഞ് മുത്തശ്ശി പറഞ്ഞ പോലെ നാമത്രയം അനവധി ജപിച്ചപ്പോൾ കണ്ണം വന്ന് എൻ്റെ ചുമലിൽ പിടിച്ചെഴുന്നേൽപ്പിക്കുകയുണ്ടായത്. ഹോ, നമ്പൂരിക്കുട്ടി തീരെ മോശമില്ലല്ലോ, എത്ര അസലായി കള്ളം പറയണു. ഇതൊന്നും കള്ളല്ല, സത്യം തന്നെയാണ്, മാരാര് പരിഹാസത്തോടെ ചോദിച്ചു. ഓഹോ, എന്നിട്ട് എന്തുണ്ടായേ? കണ്ണൻ വന്ന് ചോറും പായസവും എല്ലാം മുഴുവൻ അങ്ങോട്ട് വാങ്ങിക്കഴിച്ചു അല്ലേ? ഇതിഹാസം മനസ്സിലാവാത്തത് ഉണ്ണി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, അതന്നെയാണ് ഉണ്ടായത്. ഉവ്വ് ഉവ്വ്, പറഞ്ഞത് സത്യമാണെന്ന് ഉണ്ണിയമ്പൂരുടെ മുഖത്ത് നോക്കിയപ്പോഴേ ഞങ്ങൾക്ക് ബോധ്യായിരിക്കണു. ഹൗ, എന്തൊരു വാക്സാമർഥ്യാണ് ഇതിന്. ഇങ്ങനെ ഒരു സന്താനം നമ്പൂരിക്ക് എങ്ങനെയാണ് ഉണ്ടായാവോ? കള്ളൻ. ഉണ്ണി നമ്പൂരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഗുരുവായൂരപ്പനാണേ സത്യം, ഇതന്നെയാ ഉണ്ടായേ. ശി, ഗുരുവായൂരപ്പനെ പിടിച്ച് കള്ളസത്യം ഉണ്ടാകാൻ മാത്രമായോ നീ? ഈ ചെക്കൻ വല്ലാത്ത വികൃതിയും കള്ളവും പറഞ്ഞു നടക്കുക. നമുക്കെല്ലാവർക്കും കിട്ടേണ്ട വീതം തനിച്ച് ശ്രീലകത്തിരുന്ന് വെട്ടി വിഴുങ്ങിട്ട് മുഖത്ത് നിറച്ചും തൈരും ചോറും പായസം ഉണ്ട്. എന്നിട്ടും കള്ളം പറയണത് കണ്ടില്ലേ? എൻ്റെ കൃഷ്ണ, ഞാനല്ല, കണ്ണനാണ് ഉണ്ടത്. അവസാനം രണ്ടുരുള്ള കണ്ണൻ എൻ്റെ വായിലും തന്നു. കണ്ണൻ കളിയായിട്ട് ആ കൈ എൻ്റെ കവിളിൽ തേച്ചതാണ്. ഓഹോ, കണ്ണൻ നിനക്കും വായിൽ തന്നുവോ? ഇതിനൊക്കെ മുക്കാൽ കെട്ടി തെരണ്ടി വാലോണ്ട് അടിക്കണം, അല്ലെങ്കിൽ ഇത് വളർന്നു വന്നാൽ നാട് കട്ടുമുടിക്കും. ഒരാൾ ഉണ്ണിയുടെ നേരെ കൈ ഓങ്ങിയിട്ട് ചെന്നു. ഉണ്ണി പേടിച്ച് ഉറക്കെ കരഞ്ഞു. ആ സമയം അച്ഛൻ തിരുമേനി അവിടെ എത്തി. അദ്ദേഹം പരിഭ്രമിച്ചു, നല്ലോണം പരിഭ്രമിച്ചു. ഉണ്ണിക്ക് എന്ത് പറ്റിയോ ആവോ, കുട്ടി വല്ലാതെ പരിഭ്രമിച്ചിട്ടുണ്ടല്ലോ, നൈവേദ്യത്തിൽ എന്തെങ്കിലും പിഴ വന്നുവോ ആവോ? എന്താ ഉണ്ണി, എന്തുണ്ടായേ? ഉണ്ണി അച്ഛാന്ന് വിളിച്ച് ഉറക്കെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അദ്ദേഹം എല്ലാവരോടായിട്ട് ചോദിച്ചു. എല്ലാവരും ആകെ പരിഭ്രമത്തിലാണല്ലോ, എന്താ ഉണ്ടായേ? വാര്യർ പറഞ്ഞു, എന്തുണ്ടാവാനാ എൻ്റെ തിരുമേനി, അങ്ങയുടെ മകൻ ഞങ്ങളെ പട്ടിണിക്ക് ഇട്ടു, അത്ര തന്നെ. അതെന്താ, നേദ്യപാത്രം ഉണ്ണിയുടെ കയ്യിൽ നിന്ന് വീണുവോ? ക്ഷേത്രപ്പത്തുകാർ ഉണ്ടായതെല്ലാം തിരുമേനിയോട് പറഞ്ഞു. അദ്ദേഹം കോപത്തോടെ ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കി. ശരി തന്നെ, മുഖം നിറയെ ചോറും പായസവും പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. വാരസ്യാർ ഇടയിൽ കയറിയിട്ട് പറഞ്ഞു, ഇവിടുന്ന് ഗുരുവായൂരപ്പന് ഒരുക്കിയതും മതിയാവാഞ്ഞിട്ടേ ഇല്ലത്തുനിന്ന് ഉപ്പുമാങ്ങയും കട്ടത്തേരും കൊണ്ടുവന്നേക്കണു. അത് കണ്ണന് ഉപ്പുമാങ്ങ കട്ടത്തേരും ഇഷ്ടമാണെന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ടാ. തിരുമേനിക്ക് സങ്കടവും ദേഷ്യവും സഹിക്കാൻ വയ്യാണ്ടായി. ഇത്രയും വലിയ കളവ് ചെയ്തിട്ട് പിന്നെയും ന്യായം പറയണു. പെട്ടെന്ന് അദ്ദേഹം കൈ ഉയർത്തി ഉണ്ണിയുടെ കവിളിൽ അടിച്ചു. അടി കിട്ടിയതും ഉണ്ണി കൃഷ്ണ എന്ന് ഉച്ചത്തിൽ വിളിച്ചു.
എന്താണ് സംഭവിച്ചതെന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലായില്ല. ആരും അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. ആ സമയത്ത് അമ്പലത്തിലെ മണികൾ തനിയെ മുഴങ്ങി. ശ്രീലകത്തിൻ്റെ വാതിൽ പെട്ടെന്ന് വലിയ ശബ്ദത്തോടെ തുറന്നു. അവിടെ നിന്നും മുഴങ്ങിയ ഒരു അശരീരം എല്ലാവരും വ്യക്തമായി കേട്ടു. ഉണ്ണിയെ അടിച്ചത് ശരിയായില്ല. നൈവേദ്യം കഴിച്ചത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് അടി ഏറ്റുവാങ്ങിയതും ഞാനാണ്. എല്ലാവരും ഉണ്ണിയെ നോക്കി. അടി കൊണ്ടതിൻ്റെ വേദനയോ വിഷമമോ ഇല്ലാണ്ട് ഉണ്ണി നിൽക്കണു. ശ്രീകോവിലിലെ കൃഷ്ണവിഗ്രഹത്തിൽ ചാർത്തിയ ചന്ദനം കണ്ണൻ്റെ കവിളിൽ നിന്നും 4 വിരൽ അടയാളത്തിൽ മാഞ്ഞു പോയിരിക്കണു. ഇതെല്ലാം കണ്ടും കേട്ടും എല്ലാവരും ഒന്നും മിണ്ടാനാവാണ്ട് നിന്നു. ശ്രീകോവിലിൽ നിന്ന് വീണ്ടും ആ ശരീരം മുഴങ്ങി. ഉപ്പുമാങ്ങയും ഉറത്തൈരും പ്രിയപ്പെട്ടതാണ് എന്നറിഞ്ഞ് അവ കൊണ്ടുവന്ന് ആത്മാർത്ഥ ഭക്തിയോടെ ഉണ്ണി എനിക്ക് വിളമ്പി ഉരുട്ടി എൻ്റെ വായിൽ വെച്ച് തിന്നു. ഞാൻ ഉണ്ണുന്നത് കണ്ട് സംതൃപ്തി അടഞ്ഞു. എൻ്റെ സാമീപ്യവും സന്തോഷവും മാത്രമാണ് ഉണ്ണി ആഗ്രഹിച്ചത്. ഇവിടെ വരുന്ന ഒരാൾ പോലും എന്നെ വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. എന്നിൽ നിന്നും പലതും ചോദിച്ചു വാങ്ങുന്നതിൽ എനിക്ക് സുഖമാണോ എന്നൊരു കുശലം പോലും ആരും ചോദിച്ചില്ല. ഇവിടെ സമർപ്പിക്കുന്ന നൈവേദ്യം പോലും സ്വന്തം ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടിയാണ്. അത് ഇവിടെ വെക്കാൻ പോലും നേരമില്ല. ഉടൻ തന്നെ തിരിച്ചു കൊണ്ടുപോകാനാണ് എല്ലാവർക്കും ധൃതി. ഇവിടെയുള്ള വിഗ്രഹത്തിനപ്പുറം എന്നെ കാണണമെന്ന് ആർക്കും ആഗ്രഹമില്ല. നേരിൽ കാണാനാവുമെന്ന് ആർക്കും വിശ്വാസമില്ല. എന്നെ നിങ്ങൾ എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുന്നിൽ പ്രകടമാവും. ഇത്രയും പറഞ്ഞതും ശ്രീകോവിലിൻ്റെ നട തനിയെ അടഞ്ഞു. തിരുമേനി ഒന്നും മിണ്ടാനാവാതെ നിറകണ്ണുകളോടെ മകനെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഉമ്മ വച്ചു. ഭഗവാൻ പറഞ്ഞത് ശരിയാണ്. ഇത്ര കാലം ഭഗവാനെ പൂജിച്ചിട്ടും എൻ്റെ ഉണ്ണിയുടെ അത്രയ്ക്ക് ഭക്തി എനിക്ക് ഉണ്ടായില്ലല്ലോ കണ്ണാ. നമുക്ക് ഭക്തി ഉണ്ടോയെന്ന് കണ്ണന് മാത്രമേ അറിയൂ. ഭക്തിയിൽ മാത്രം സന്തോഷിക്കുന്ന കണ്ണാ, ഞങ്ങൾക്കും പ്രേമഭക്തി നൽകി അനുഗ്രഹിക്കണേ. എല്ലാ അക്ഷരപ്പൂക്കളും എൻ്റെ കണ്ണന് പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കണം. രാധേ കൃഷ്ണ, രാധേ കൃഷ്ണ, രാധേ കൃഷ്ണ, രാധേ കൃഷ്ണ, രാധേ കൃഷ്ണ.